ഇന്ന് നീറ്റ് ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് പാനിക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്സാമിനും കൂടിയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഏത് അലോട്ട്മെന്റ് ആണ് ഈ കുട്ടിക്ക് സീറ്റ് റാങ്ക് അനുസരിച്ച് ഇന്ത്യയിൽ എവിടെയാണ്, കേരളത്തിലാണ്. വേൾഡ്സ് ഫസ്റ്റ് മെഡിക്കൽ ബേസ്ഡ് AI ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മെഡിക്കൽ സ്റ്റുഡിയോ. വന്ന സമയം മുതൽ ഞങ്ങളത് മെഡിക്കൽ അഡ്മിഷനിൽ എങ്ങനെ അത് യൂസ്ഫുൾ ആയ മറ്റുള്ള തൊഴിൽ മേഖലകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് AI ഇസ് റിപ്ലേസിംഗ് ഹ്യൂമൻ. ഒരു നീറ്റ് എക്സ്പേർട്ടിന്റെ ഗൈഡൻസ് റിപ്ലേസ് ചെയ്യപ്പെടുന്ന ടെക്നോളജിയാണോ വീഡിയോ AI എന്ന് പറയുന്നത്? പ്രഷർ ചെയ്തുകൊണ്ടല്ല അഡ്മിഷൻ അല്ല, പകരം ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു സമീപനമാണ് മെഡിക്കൽ സ്റ്റുഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ A to Z അവിടെ പോയി അവർക്ക് വേണ്ട അഡ്മിഷൻ എടുത്ത് അവർ ക്ലാസ്സിൽ കയറുന്നവരെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്തിട്ടാണ് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അവരെ. ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരുപാട് പേരൻസ്, ബജറ്റ് കുറവാണ്, സീറ്റ് കിട്ടില്ല എന്ന തെറ്റിദ്ധാരണയിലുള്ള ഒരുപാട് പേരൻസ് നമ്മുടെ ചുറ്റുവട്ടത്ത്. അങ്ങനെയുള്ള പേരൻസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും എന്ത് അഡ്വൈസാണ് മെഡിക്കൽ സ്റ്റുഡിയോ നൽകാനുള്ളത്? കഴിഞ്ഞ 18 വർഷമായി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വിവിധ കോഴ്സുകളിൽ MBBS, PDS അതുപോലെ തന്നെ ഈവൻ PG കോഴ്സുകളിലും മാർഗനിർദ്ദേശം നൽകി വിശ്വാസം നേടിയെടുത്ത ഒരു സ്ഥാപനമാണ് മെഡിക്കൽ സ്റ്റുഡിയോ. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തെ ഇന്ന് ഒരു പേരന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റോ സമീപിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് പ്രതീക്ഷിക്കാനാവുന്നത്? മെഡിക്കൽ സ്റ്റുഡിയോയിൽ നിന്ന് എന്ത് തരത്തിലുള്ള സർവീസുകളാണ് മറ്റുള്ള വിദ്യാഭ്യാസ അഡ്മിഷൻ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഏജൻസികളിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് മെഡിക്കൽ സ്റ്റുഡിയോക്ക് ഇന്ന് ഓഫർ ചെയ്യാനുള്ളത്? 2007 ഞാൻ പഠിക്കുന്ന സമയത്താണ് അഡ്മിഷൻ കാര്യങ്ങളിലും അതിൻ്റെ ബേസ് ആയിട്ടുള്ള വർക്ക് എന്താണ് കോളേജ് അഡ്മിഷൻ, എന്തൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുകയും ഞങ്ങൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അതിൻ്റെ ഓഫീസും കാര്യങ്ങളും ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് ഞങ്ങൾ പല അഡ്മിഷൻസിനും പല എലിജിബിലിറ്റി, പല അഡ്മിഷൻ പ്രോസസ്സ്, ഫീസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, ഇതിനൊക്കെ ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയിരുന്നു. കാരണം മെഡിക്കലിൻ്റെ വളരെ സങ്കീർണമായ പ്രക്രിയകളാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തും ഇതുപോലെ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റി എക്സാംസും സ്റ്റേറ്റ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ 2014 അതിനുശേഷം വന്ന നീറ്റ് പ്രോസസ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡിയോ .in എന്ന് പറയുന്ന ഒരു കമ്പനി ഫുള്ളി ഫോക്കസ് ചെയ്ത് കുട്ടികൾക്കും പാരൻസിനും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ കുട്ടികൾക്കും സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 2023 2023 ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആയിട്ട് കേരളത്തിൽ ഒരു ഹെഡ് ഓഫീസ് എന്ന ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ കോർപ്പറേറ്റ് ഓഫീസ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ സബ് ഓഫീസുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾക്കും മറ്റ് സ്റ്റേറ്റിലെ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും തമിഴ്നാട്, കർണാടക, കേരള, നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവർക്കൊക്കെ വേണ്ടുന്ന സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളെ പ്രൊഡക്റ്റ് ഞങ്ങൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഇത്രയും സങ്കീർണമായ പ്രോസസ്സാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നീറ്റ് എക്സാം എല്ലാ വർഷവും അതിന്റെ ചേഞ്ചസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2024 to 2024 എക്സാം വളരെ എളുപ്പമായിരുന്നു. അതുപോലെ കുട്ടികളൊക്കെ ഭയങ്കര നല്ല സ്കോർ, എല്ലാവരും നല്ല ഹാപ്പി. ആ വർഷം കുട്ടികളും പാരൻസും ഒക്കെ എല്ലാവരും നല്ല നല്ല കോളേജ് കിട്ടുന്ന രീതിയിൽ നല്ല മൂവ്മെന്റ് ആയിരുന്നു. നല്ല അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാവർക്കും കുറച്ച് ഹാപ്പിനെസ് കിട്ടിയിരുന്നു. പക്ഷേ 25 വരുന്ന സമയത്ത് എക്സാംസിന്റെ റിസൾട്ട് ഡിസ്റ്റൻസിൽ വന്ന ടഫ് എന്നുള്ള രീതിയിൽ വരികയും അതവരെ റിസൾട്ടിന്റെ മാർക്കിനൊക്കെ എഫക്ട് ചെയ്യുന്ന മനസ്സിലാക്കി. അതായത് കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ റിസൾട്ട് നമ്മൾ അടിസ്ഥാനപ്പെടുത്തി ഒരിക്കലും ഈ വർഷം എനിക്ക് ഇത്ര റാങ്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഇന്ന കോളേജ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ സാധിക്കില്ല കാരണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, പക്ഷേ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ആൻസേഴ്സ് അവിടെ നടന്നിരിക്കുന്ന റാങ്ക് അനുസരിച്ചുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടന്നതും നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അത് കംപ്ലീറ്റ് അത് ശരിയല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ അതാത് വർഷങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഡീറ്റെയിൽസ് എടുക്കണം. നമ്മൾ ഒരു കാരണവശാലും എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് അല്ലെങ്കിൽ ചില സ്പെസിഫിക് ഏരിയയിൽ നിന്ന് മാത്രം കിട്ടുന്ന ആൻസർ മാത്രം ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം അവർ അതിൽ മാത്രം വളരെ റീസെന്റ് ഞാനും ഇതുപോലെ ഒരു സ്റ്റുഡന്റായി സംസാരിക്കാനിടയായി. അപ്പം ഇതുപോലുള്ള ഒരുപാട് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ
അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് ഗൈഡൻസ് ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ഒരു എക്സ്പേർട്ട് ടീം ഓഫ് ടീച്ചേഴ്സ് ആണ്. അവർ സബ്ജക്ട് നോളജ് വെച്ചുകൊണ്ട് സ്റ്റുഡൻസിന് കൊടുക്കുന്ന എൻട്രൻസ് നോളജും സബ്ജക്ട് നോളജുമാണ്. നേരെ മറിച്ച് മെഡിക്കൽ സ്റ്റുഡിയോ പോലുള്ള സ്ഥാപനങ്ങൾ ഈ 18 വർഷമായി മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കോളേജിൽ ഒരു ബ്രോഷർ നോക്കിക്കൊണ്ട് മാത്രം വിലയിരുത്തുന്നവരല്ല. നേരെ മറിച്ച് ബ്രോഷറിനേക്കാളും അതിന്റെ ഒരു പടി മുകളിൽ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രക്രിയകൾ നേരിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. തീർച്ചയായും ഒരുപാട് പല സംസ്ഥാനങ്ങളിലെ ഈ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും കുട്ടികളായിട്ടും പാരന്റ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതെ. അപ്പോൾ അവിടെ പല യൂണിവേഴ്സിറ്റികൾ എന്താണ്, അവിടുത്തെ ഫാക്കൽറ്റീസ് എന്താണ്, അവിടുത്തെ ഫെസിലിറ്റീസ് എന്താണ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഫീസ് സ്ട്രക്ചർ എന്താണ്, അപ്പോൾ അവർ ഡയറക്റ്റ് പോയി അഡ്മിഷൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്താണ്, ഇതൊക്കെ ചെയ്യുന്ന ഒരു രീതിയും കോച്ചിങ് സെന്റേഴ്സ് നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ ആണ്. സൊല്യൂഷൻ. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കോച്ചിങ് സെന്ററിൽ പോകേണ്ടതെന്നല്ല, കോച്ചിങ് സെന്ററിൽ പോകാം, അപ്ഡേറ്റ് ചെയ്യാം, സ്കോർ ചെയ്യാം. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാ കംപ്ലീറ്റ് ഓൾ ഇന്ത്യയിൽ വരുന്ന എല്ലാ ചാൻസസും നമ്മൾ കുട്ടികൾക്കും പാരന്റ്സിനും വേണ്ടിയിട്ട് നമ്മളെ എക്സ്പീരിയൻസോട് കൂടി അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഒരു 30 മെമ്പേഴ്സ് ഉള്ള ഞങ്ങളുടെ ടീംസിലെ ആൾക്കാർ കംപ്ലീറ്റ് ആ ഒരു 1 മന്ത് മുതൽ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഏത് അലോട്ട്മെന്റ് ആണ് ഈ കുട്ടിക്ക് സീറ്റ് അവർ പറഞ്ഞ പ്ലാൻ പ്രകാരം അവരെ ഫീസ് ഘടന അനുസരിച്ച് അവരെ റാങ്ക് അനുസരിച്ച് ഇന്ത്യയിൽ എവിടെയാണ്, കേരളത്തിലാണോ, കേരളത്തിൽ ഗവൺമെന്റ് കോളേജാണോ, അല്ലെങ്കിൽ കേരളത്തിൽ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള അഡ്മിഷൻ ആണോ, NRI സീറ്റ് ആണോ, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ മൈനോറിറ്റി സീറ്റ് ആണോ, അതല്ലെങ്കിൽ അവിടുത്തെ മെറിറ്റ് മാനേജ്മെന്റ്, അതല്ലെങ്കിൽ അവർക്ക് MBBS പുറമെ VDS ഉണ്ട്, വെറ്റിനറി എടുക്കാം, മറ്റു കോഴ്സസുകളും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും, ആയുർവേദ അടക്കം. ഇതിനകത്ത് നമ്മളൊരു ഡിസ്കസ് തോട്ടും കൂടി ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പ്ലാനിങ് നമ്മൾ MBBS ആയിരിക്കും ആദ്യം പാരന്റ്സ് പറയുന്നത്, ചില സമയത്ത് അത് ക്ലോസ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് VDSയിലേക്കായിരിക്കാം. ഇങ്ങനെ അവരെ നീറ്റിന്റെ റാങ്ക് അനുസരിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ ഫൈനൽ ഡിസിഷൻ അവർ തന്നെയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അവരെ പ്രഷർ ചെയ്തുകൊണ്ടല്ല അഡ്മിഷൻ അല്ല, ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു സമീപനമാണ് മെഡിക്കൽ സ്റ്റുഡിയോ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങിപ്പോവാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ സമീപനം കൂടാതെ മെഡിക്കൽ സ്റ്റുഡിയോയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടനയെക്കുറിച്ച് ഞാൻ റീസെന്റ് നിങ്ങളുടെ ടീമുമായി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അറിയാൻ പറ്റിയത് വൺ ഓഫ് ദി വേൾഡ്സ് ഫസ്റ്റ് മെഡിക്കൽ ബേസ്ഡ് AI ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മെഡിക്കൽ സ്റ്റുഡിയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് ആ ഒരു വേൾഡ്സ് ഫസ്റ്റ് AI കൊണ്ട് മെഡിക്കൽ സ്റ്റുഡിയോ ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലാണ് അത് സ്റ്റുഡൻസിന് ഇത് ബെനിഫിറ്റ് ആയി മാറുന്നത്? ആക്ച്വലി ഞങ്ങൾ AI വന്ന സമയം മുതൽ ഞങ്ങളത് മെഡിക്കൽ അഡ്മിഷനിൽ എങ്ങനെ അത് യൂസ്ഫുൾ ആയാം എന്ന രീതിയിൽ പാസ്റ്റ് ഇയേഴ്സിലൊക്കെ ഞങ്ങളത് തിങ്കിങ്ങിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയേഴ്സിൽ ഞങ്ങളത് ബിൽഡ് ചെയ്തെടുത്തിട്ട് ഞങ്ങളത് ഓൾറെഡി അത് റണ്ണിങ് ആണ്. ഞങ്ങൾ റണ്ണിങ് സ്റ്റേജിൽ ഓൾറെഡി മെഡിയോ എന്ന രീതിയിൽ ഞങ്ങളത് AI-നെ ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മെഡിയോ AI എന്ന രീതിയിൽ ഞങ്ങളത് ഈ കുട്ടികളുടെ അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതിനൊരു ക്ലാരിറ്റി, അതായത് ടെക്നോളജി ഞങ്ങൾ യൂസ് ചെയ്യണമല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പ്രീവിയസ് ഇയേഴ്സിൽ ഡീറ്റെയിൽസും കൂടെ എടുക്കും, ഞങ്ങൾ എക്സ്പീരിയൻസ് എടുക്കും, ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാ ഡോക്യുമെന്റ് സപ്പോർട്ടോടുകൂടി വെരിഫിക്കേഷൻ കാര്യങ്ങൾ, അതുപോലെ അഡ്മിഷൻ 100% മെഡിക്കൽ സ്റ്റുഡന്റ് പ്ലാറ്റ്ഫോമിൽ അഡ്മിഷൻ കിട്ടിയിരിക്കണം എന്നതാണ് ഞങ്ങളെ ഫൈനൽ. ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കൂടെ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ മെഡിയോ AI അല്ലെ. മറ്റുള്ള തൊഴിൽ മേഖലകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, അതായത് AI is replacing human. അതുപോലത്തെ ഒരു സാധ്യതയാണ് ഇവിടെ. ഒരു നീറ്റ് എക്സ്പേർട്ടിന്റെ ഗൈഡൻസ് റിപ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു ടെക്നോളജിയാണോ മെഡിയോ AI എന്ന് പറയുന്നത്? ഒരു പ്രിൻസിപ്പൽ കൺസൾട്ടന്റിനോട് സംസാരിക്കാതെ തന്നെ ഒരു നീറ്റ് കാൻഡിഡേറ്റിന് ഈ മെഡിയോ AI വെച്ചുകൊണ്ട് മാത്രം ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ എത്രയായിരിക്കും എനിക്ക് പ്രൈവറ്റ് കോളേജിലോ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലോ കിട്ടാനുള്ള സാധ്യതകൾ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞ് വരുന്ന MBBS അല്ലെങ്കിൽ ഈ PG അഡ്മിഷൻ MD MS MDS അതുകൂടാതെ നീറ്റിന് അണ്ടറിൽ വരുന്ന BDS ആവട്ടെ, ആയുർവേദ, വെറ്റിനറി, മറ്റു കോഴ്സുകൾക്കൊക്കെ അവർക്ക് എല്ലാവർക്കും ഈ മെഡിയോ AI യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വന്ന AI എന്ന് പറയുന്നത്. അപ്പോൾ ഈ AI വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, റിസൾട്ട് റേഷ്യോ എന്ന് പറയുന്നത്, അത് നമ്മൾ AI-നെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കിയെടുത്തോളം ഒരു 95% അത് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ വളരെ സക്സസ് ട്രാക്കാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസൈൻ ചെയ്തെടുത്താണ് AI എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികൾ
രജിസ്ട്രേഷൻ അവരെ റാങ്ക് കാര്യങ്ങൾ കൊടുത്ത് അവരെ അവരെ കൺസേൺ മനസ്സിലാക്കിയ സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് കോളേജസും കാര്യങ്ങളും വരുന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ റെഡിയാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സ്റ്റേറ്റ് വരുന്ന ഗവൺമെൻറ് കോളേജസ്, അതുപോലെ സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസ് കോളേജസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെ വരാൻ പോകുന്ന എല്ലാ കോളേജസിന്റെയും റാങ്ക്, അതുപോലെ അവിടുത്തെ സീറ്റ്സിന്റെ എണ്ണം, അവിടുത്തെ കോഴ്സസ് കാര്യങ്ങൾ, അവിടെ ഏത് റാങ്കിലാണ് ലാസ്റ്റ് ഇയർ ചേഞ്ചസ് ലാസ്റ്റ് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ എന്തൊക്കെ നടന്നിരിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ. NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എല്ലാ വർഷവും ഒരുപാട് ചേഞ്ചസ് വരുത്തിക്കൊണ്ടുവരുന്ന ഒരു എക്സാമിനേഷനാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. NMCയുടെ അപ്ഡേറ്റ്സ് അറിഞ്ഞിരിക്കുക, എല്ലാവിധ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മെഡിക്കൽ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ വർഷം NMC എന്തെങ്കിലും തരത്തിലുള്ള പുതിയ അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ ചേഞ്ചസോ കൊണ്ടുവന്നിട്ടുണ്ടോ നീറ്റ് എക്സാമിലേക്ക് സ്റ്റുഡൻസിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഇമ്പാക്റ്റ് ചെയ്യപ്പെടാവുന്ന തരത്തിൽ എന്തെങ്കിലും? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ്സിനുള്ള എക്സാമിനേഷൻ സീറ്റ്സോ, റിസർവേഷൻ കോട്ടകളോ, അഡീഷണൽ സീറ്റ്സുകളോ, അല്ലെങ്കിൽ NRI കോട്ട എന്നിങ്ങനെ എന്ത് അപ്ഡേറ്റ്സ് ആണ് ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യലായി ഇതുവരെ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ്? നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചേഞ്ചസ്, അഡ്മിഷൻ പ്രോസസ്സിലെ ചേഞ്ചസ് എവറി ഇയർ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. പല രീതിയിൽ അത് ചേഞ്ചസ് വരാം. സ്റ്റേറ്റ് ബേസ് ഉണ്ടാവാം, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവാം, NRI സീറ്റിലെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഉണ്ടാവാം, അതുപോലെ ഗവൺമെന്റ് കോളേജിൽ ചില ട്രാക്കിൽ ഇന്ന സീറ്റ് എടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വർഷം കർണാടകയിലും അതുപോലെ പോണ്ടിച്ചേരി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഗവൺമെന്റ് സീറ്റിലുള്ള കോളേജിൽ തന്നെ NRI സീറ്റും കൂടി എടുക്കാം എന്നൊരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഫസ്റ്റ് ടൈം ദേ ആർ ഇൻട്രൊഡ്യൂസിങ് സംതിങ് ലൈക്ക് ദിസ്. അതായത് പരിപൂർണമായുമുള്ള സർക്കാർ കോളേജുകളിൽ NRI സീറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഈ വർഷം. അതെ. ഓക്കെ. അപ്പൊ NRI സീറ്റുകൾ നമുക്ക് ഈ ഗവൺമെന്റ് കോളേജിലും കൂടി വരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുകയാണ് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ചാൻസ്, അതായത് പോസിബിലിറ്റീസ് സ്റ്റുഡൻസിനും പാരന്റ്സിന്റെ ഇടയിലും അവർക്ക് ഓപ്പൺ ആവുകയാണ്. അത് എല്ലാ സ്റ്റേറ്റിലും വരുന്നുണ്ടോ, അതല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇന്ന സംസ്ഥാനങ്ങളാണോ എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. എന്താ ഗവൺമെന്റ് റൂൾസ് പ്രകാരം ഞങ്ങൾക്കും കംപ്ലീറ്റ്ലി ഞങ്ങൾ എല്ലാ ഫംഗ്ഷൻസും നടക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ സ്റ്റുഡിയോ ചെയ്യുന്നത്. അതുപ്രകാരം തന്നെയാണ് ഞങ്ങൾ ഇന്ത്യൻ്റെ അകത്തുള്ള എല്ലാ എയിംസ് അടക്കം, ഗവൺമെന്റ് കോളേജസ് അടക്കം, ഡീംഡ് കോളേജസ്, സെൽഫ് ഫിനാൻസ് കോളേജസ്, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പാണ് മെഡിക്കൽ സ്റ്റുഡിയോ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഇങ്ങനെ വരുന്ന ചേഞ്ചസ്, അപ്ഡേറ്റുകൾ, സ്റ്റുഡൻസിനും പാരന്റ്സിനും കൊടുക്കേണ്ട ഫാസ്റ്റായിട്ട് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ്, ഇതൊക്കെ ഞങ്ങൾ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ്സിന്, ഞങ്ങളെടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ ഫാസ്റ്റ് അപ്ഡേഷനും, പിന്നെ അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഡോക്യുമെന്റ്സ് റെഡിയാക്കാനുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ, രജിസ്ട്രേഷൻ എവിടെയെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണോ, അല്ലെങ്കിൽ ചെയ്യാതിരുന്നാൽ ഉണ്ടാവുന്ന മിസ്റ്റേക്സുകൾ, ആ റാങ്കിനനുസരിച്ച് വരുന്ന രജിസ്ട്രേഷൻ ഏതൊക്കെയാണ്, അവരുടെ സ്പെസിഫിക് ഏരിയ അല്ലാതെ ആ റാങ്കിന് വേറെ ഏതെങ്കിലും എക്സ്ട്രാ ചാൻസസ് ഓൾ ഇന്ത്യ ലെവൽ. കാരണം കൂടുതൽ വരുന്ന കുട്ടികളും പാരൻസും ഞങ്ങളുടെ അടുത്ത് പറയുകയാണ് എബ്രോഡ് സ്റ്റഡീസിനും താല്പര്യമില്ല. മാക്സിമം ഓൾ ഇന്ത്യ ലെവൽ ഏതെങ്കിലും ഒരു കോളേജ്, നല്ലൊരു ക്യാമ്പസുകൾ, ആ റാങ്ക് അനുസരിച്ച് കിട്ടാവുന്ന മാക്സിമം നല്ലൊരു ക്യാമ്പസ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടാകുന്നത്. ആ സമയത്ത് അത് ഞങ്ങൾ അവരെ കൺസേൺ മനസ്സിലാക്കുന്ന സമയത്ത് അവരെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ആ കുട്ടിയുടെ അഡ്മിഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നത് NRI സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്ന ഫോറിൻ ബേസ്ഡ് ആയിട്ടുള്ള NRI സീറ്റ്സിന്റെയും അതുപോലെ പ്രൈവറ്റ് സീറ്റുകൾ, അതുപോലെ മൈനോറിറ്റി കോളേജസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ കേരളത്തിന് പുറമേയുള്ള സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ അകത്തും പല സംസ്ഥാനങ്ങളിലും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കൂടി ഞങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് ഫോളോ ചെയ്യും. ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കോളേജുകൾ അവരെ ഫീസിൽ, ടോട്ടൽ ഫീസിൽ, നമ്മൾ രജിസ്ട്രേഷൻ അലോട്ട്മെന്റിൽ കാണിക്കുന്ന രജിസ്ട്രേഷൻ അവരെ ടോട്ടൽ ഫീസിന്റെ അകത്ത് ഒരു ഫസ്റ്റ് ഇയർ ഞങ്ങൾ സംസാരിച്ചിട്ട് അവർ ഫീസിന്റെ അകത്ത് ഡിസ്കൗണ്ട് ഒക്കെ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഒക്കെ വരുന്ന രീതിയിലെ ചുരുക്കം ചില കോളേജുകൾ, നല്ല കോളേജുകൾ ഇന്ത്യയിലുണ്ട് പല സംസ്ഥാനങ്ങളിലായിട്ട്. അങ്ങനെയുള്ള അപ്ഡേറ്റ്സുകൾ അവരതൊരു ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിട്ടോ അത് പബ്ലിഷ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ കിട്ടുന്ന ചില എക്സ്ട്രാ ന്യൂസുകൾ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഫീസിൽ വരുന്ന ആ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആ പാക്കേജിൽ കിട്ടുന്ന പല സപ്പോർട്ടുകൾ, നമ്മൾ മെഡിക്കൽ ഗവൺമെന്റ് കോളേജുകളുടെ ഫീസ് അല്ലല്ലോ സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് നല്ല ഡിഫറൻസ് ആണ്. ഡീംഡ് കോളേജിൽ അവിടെ തന്നെ ഈ രണ്ട് ക്യാമ്പസുകളിലും NRIയിലും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചില്ല അതിന്റെ അവരെ പറയുന്ന അഡ്മിഷൻ പ്രോസസ്സിലേക്ക് വരുന്ന
ഡീറ്റെയിൽസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടികൾക്ക് അവർ അഡ്മിഷൻ അത് കൺഫേം ആയി കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏറ്റവും ആദ്യം അറിയുന്നത് മെഡിക്കൽ സ്റ്റുഡിയോ പോലുള്ള വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വളരെ വർഷമായി കോളേജുമായുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ പുറത്തായിരിക്കാം മാനേജ്മെന്റുമായി. അതായത് ഒരു ഔട്ട്സൈഡ് പേരന്റിനോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിനോ ലഭിക്കാത്ത തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ്. ഇവിടെയാണ് മെഡിക്കൽ സ്റ്റുഡിയോ എന്ന സ്ഥാപനം നിങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നതെന്ന് കൂടെ പറയാം നമുക്ക്. ശരിയാണ്, ഞങ്ങൾ പാസ്റ്റ് ഇയേഴ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇപ്പോൾ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ പല കോളേജിലും പല പാരൻസും കുട്ടികൾ അഡ്മിഷൻ കിട്ടി, അവർ അവിടെ കിട്ടി, എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വന്ന് സഹായിക്കുമോ, ഞങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിളിലും ഞങ്ങൾ അറിയുന്ന റെഫറൻസ് ത്രൂ വന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ അവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നേരിട്ട് കോളേജിൽ പോകുക, അവർക്ക് വേണ്ടി അഡ്മിഷൻ പ്രോസസ് വിത്തൗട്ട് ഫീസ്. അങ്ങനെയുള്ള ഒരുപാട് വിസിറ്റിംഗ് എനിക്ക് പല ക്യാമ്പസുകളിൽ അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് കാണാനും അവിടുത്തെ പ്രിൻസിപ്പാളിൽ സംസാരിക്കാനും അല്ലെങ്കിൽ അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കുക. ക്യാമ്പസ് എന്താണ്, അവിടെ ഹോസ്പിറ്റൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അവിടെ നല്ല പേഷ്യൻസ് ഉണ്ടോ, കറക്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ നേരിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ നല്ല നല്ല കോളേജുകളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഞങ്ങളുടെ ആ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അതൊക്കെ ഇവരുടെ വളരെ ആ എക്സ്പീരിയൻസ് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ അടുത്ത് അഡ്മിഷൻ എടുക്കുന്ന അഡ്മിഷൻ ആഫ്റ്റർ അഡ്മിഷൻ ഞങ്ങൾ ഈ കുട്ടിയും പാരൻസിനും അവരെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അലോട്ട്മെന്റ് റിസൾട്ട് വന്ന ശേഷം അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ നേരിട്ട് അവരെയും കൊണ്ട് കോളേജിൽ പോയിട്ടുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. അല്ലാതെ അവരവിടെ വിട്ടിട്ട് അവിടുത്തെ പ്രോബ്ലംസിലേക്ക് അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് മിസ്സാവുക അല്ലെങ്കിൽ അവിടുത്തെ ഫീസിന്റെ പ്രശ്നങ്ങൾ, ചിലർക്ക് ലാംഗ്വേജിന്റെ സപ്പോർട്ട്, അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ A to Z അവിടെ പോയി അവർക്ക് വേണ്ടി അഡ്മിഷൻ എടുത്ത് അവരെ ക്ലാസ്സിൽ കയറുന്നവരെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്തിട്ടാണ് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അവരെ. സർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതുപോലെ ഫീസിൽ വരുന്ന ഡിഫറൻസസ്, അതായത് പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്തൊരു ഇൻഫർമേഷൻ മെഡിക്കൽ സ്റ്റുഡിയോക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഫീസിൽ വരുന്ന ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഈവൻ കേരളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമൃത യൂണിവേഴ്സിറ്റി മാത്രം, അത് കൂടാതെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് മാറുമ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂടുകയാണ്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ഇപ്പം ഒരുപക്ഷെ ഫൈനൽ മൊമെന്റ്സിലേക്ക് അലോട്ട്മെന്റ് ഫോർ ഫസ്റ്റ് കൗൺസിലിംഗ്, സെക്കൻഡ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ്, തേർഡ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ്, മോപ്പപ്പ് റൗണ്ടും കഴിഞ്ഞ ശേഷം ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ബാക്കി വരുന്ന NRI സീറ്റുകൾ, ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, NRI സീറ്റുകളിൽ വളരെ ഫീസ് വീണ്ടും അത് കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് അവൈലബിൾ ആക്കി മറ്റുള്ള സ്റ്റുഡൻസിന് അത് സീറ്റ് എടുക്കാം എന്നൊരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പല രക്ഷിതാക്കളും ഇന്ന് അവെയർ അല്ല. അതിൽ എത്രത്തോളം സത്യാവസ്ഥകളുണ്ട്, അത് എത്രത്തോളം ട്രൂ ആണ്? NRI സീറ്റ് എന്ന് പറയുന്നത് NRI പേഴ്സൺസിന്, ഇന്ത്യൻ NRIസിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ NRI നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൻ്റെ അകത്ത് NRI സീറ്റ് ഫില്ല് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബാലൻസ് വരികയാണെങ്കിൽ അത് മാനേജ്മെന്റ് സീറ്റിലേക്ക് കൺവേർഷൻ ആയിട്ട് പോകുന്നത്, അവിടുത്തെ മെറിറ്റ് സീറ്റിലേക്ക് കൺവേർഷൻ ആയിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ സീറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ കുട്ടികളെ അതുകൂടെ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ അറിയുന്ന മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള എല്ലാ ചാൻസസും ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ്ഫുൾ ചെയ്യും. എക്സാക്ട്ലി. ഇതിലേക്ക് വരുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള സാറിൻ്റെ അടുത്ത്. എല്ലാ സ്റ്റുഡൻസും നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 22 to 23 lakhs സ്റ്റുഡൻസ് ആണ് നീറ്റ് എക്സാം അപ്പിയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് ഓൾമോസ്റ്റ് 1,29,000 ചേഞ്ച് മാത്രമേ സീറ്റ് MBBS സീറ്റ് അവൈലബിൾ ഉള്ളൂ. അപ്പം ഒരു സീറ്റിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്നത് മേ ബി ദ റേഷ്യോ ഈസ് ലൈക്ക് 1:17. ഒരു MBBS സീറ്റിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്ന ഏകദേശം 17 സ്റ്റുഡൻസ് ആണ്. അപ്പം ഇതിൽ ഒരുപാട് സ്റ്റുഡൻസിന് സ്കോർ വേരിയേഷൻസ് ഉണ്ടാവാം, ആവറേജ് റേഷ്യോ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റുഡിയോ സമീപിക്കുകയാണ്, മേ ബി ആ കുട്ടിക്ക് ബേസിക് കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ, ഒരു 300 സ്കോറോ 300, 310, 320. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ്റ് സമീപിക്കുന്ന സമയത്ത് നമുക്ക് സ്കോർ കാർഡ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അറിയാൻ സാധിക്കാം ഇത് വളരെ ലോ സ്കോറാണ്. അപ്പം അങ്ങനെ ലോ സ്കോറുള്ള കാൻഡിഡേറ്റ്സിനും മെഡിക്കൽ സ്റ്റുഡിയോ സമീപിക്കാൻ സാധിക്കുമോ? അവർ സമീപിച്ചുകൊണ്ട് അവർക്ക് അതിലെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും, സീറ്റ് കിട്ടാനുള്ള എത്രത്തോളം സാധ്യത അതിലുണ്ട്? അൽത്താഫ് പറയുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് ചില കുട്ടികൾ ജസ്റ്റ് ക്വാളിഫൈഡ് മാത്രമായിരിക്കാം. അപ്പോൾ അവർ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ, ഇത് ട്രൈ ചെയ്യുന്നുണ്ട് കാര്യമുണ്ടോ, കാരണം അഡ്മിഷൻ കിട്ടുമോ? ആക്ച്വലി ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാം. അതിനാണ് മാനേജ്മെന്റ് സീറ്റും NRI സീറ്റും ഉള്ളത്. ജസ്റ്റ് ക്വാളിഫൈഡ് ആയാൽ മതിയല്ലോ. നമ്മൾ ആ ക്വാളിഫൈഡ് സ്റ്റുഡൻസിന് അവരെ ഫിനാൻഷ്യൽ ഏരിയ, അവരെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഓൾ ഇന്ത്യ ലെവലിൽ കോളേജസ് ഉണ്ട്. നമുക്ക് പല സ്റ്റേറ്റിലും ഫീസിൻ്റെതും അതുപോലെ അലോട്ട്മെന്റിലും വരുന്ന ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും.
ഏത് അലോട്ട്മെന്റിലേക്ക് ഈ കുട്ടിക്ക് ചാൻസ് ഫൈനൽ ചെയ്ത് കൊടുക്കാമെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ ഡൽഹി മുതൽ ഇവിടം വരെയുള്ള കേരളം വരെയുള്ള പല സംസ്ഥാനങ്ങളിലെയും രജിസ്ട്രേഷൻ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. അതുകൂടാതെ അവിടുത്തെ അഡ്മിഷന്റെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ അതൊക്കെ മനസ്സിലാക്കണം. അതെ, ചില സംസ്ഥാനങ്ങളിൽ ഓൺലൈനിലായേക്കും, ഓഫ്ലൈൻ ഉണ്ട്. ഓരോ സംസ്ഥാനത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് വേറെ സമയത്താണ്. അപ്പം ആ ടൈം ഷെഡ്യൂളൊക്കെ വളരെയധികം ഫോളോ ചെയ്യാനുണ്ട്. കാരണം ഇവിടെ നമ്മൾ കേരള ചെയ്യുന്ന സമയത്തായിരിക്കാം യു പിയിൽ നടക്കുന്ന ഡിഫറൻസ് മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തെലങ്കാന ആന്ധ്രയിൽ എന്താ സംഭവിക്കുന്നത്, മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അഡ്മിഷൻ പ്രോസസ്സും കൂടി ഫോളോ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ കുട്ടിക്ക് ചാൻസ് നഷ്ടപ്പെടാതെ കേരളം മാത്രം ഫോളോ ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ സ്റ്റേറ്റിന്റെയും കൂടി നമ്മൾ കാര്യങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ട് അവർ കിട്ടുന്ന ചാൻസ് കളയാതെ നോക്കും. ഓക്കെ, ഒരുപാട് തരത്തിലുള്ള സീറ്റ് ഓപ്ഷൻസ് ഉള്ള ഒരു എക്സാമാണ് നീറ്റ് എക്സാം. നമുക്ക് മെറിറ്റിലേക്ക് ക്വാളിഫൈ ആവാം, സെമി ഗവൺമെന്റ് സീറ്റ്സിലേക്ക് ക്വാളിഫൈ ആവാം, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് പോവാം, ഡീംഡ് യൂണിവേഴ്സിറ്റി, NRI കോട്ട, അങ്ങനെ ഒരുപാട് കോട്ടാസും റിസർവേഷൻ ഏരിയാസും ഉള്ളൊരു എക്സാമാണ് നീറ്റ്. സോ ഓബ്വിയസ്ലി നിങ്ങളുടെ സ്കോർ എത്രത്തോളം ക്രിട്ടിക്കലാണോ അത്രത്തോളം ക്രിട്ടിക്കലാണ് നിങ്ങളുടെ ബഡ്ജറ്റും എന്ന് മനസ്സിലാക്കുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ രംഗം. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മെഡിക്കൽ സ്റ്റുഡിയോ ലോ ബഡ്ജറ്റ്, മേ ബി അവർക്കൊരു ആവറേജ് സ്കോറുള്ള ഒരു കാൻഡിഡേറ്റ്, പക്ഷേ അവർക്ക് അത്യാവശ്യം ലോ ബഡ്ജറ്റ് ആണെന്ന് ഉള്ള ഒരു കാൻഡിഡേറ്റ്, അവർക്ക് മെഡിക്കൽ സ്റ്റുഡിയോ സമീപിച്ചതുകൊണ്ട് അതിലെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ അവർക്ക് MBBS സീറ്റ് സെക്യൂർ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് മനസ്സിലാക്കി ഓഫർ ചെയ്യാൻ പറ്റുമോ? അല്ല, അത് അതിന്റെ ആൻസർ ഞാൻ പറയുകയാണെങ്കിൽ മെറിറ്റ് അനുസരിച്ചാണ് ഇന്ത്യയിൽ അഡ്മിഷൻ നടക്കുന്നത്. നമുക്ക് നമുക്ക് ചെറിയ ഫീസ് മുതൽ, ഗവൺമെന്റ് കോളേജിൽ ചെറിയ ഫീസ് മുതൽ, അതുപോലെ മാനേജ്മെന്റ് ഫീസ്, സ്റ്റേറ്റ് ഫിക്സ് ചെയ്യുന്ന മാനേജ്മെന്റ് ഫീസും ഉണ്ടാവും, കോളേജിന്റെ ഫിക്സ് ചെയ്യുന്ന ഫീസ് ഉണ്ടാവും, അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഫീസ് വരുന്നുണ്ട്. ഇതൊക്കെ ഡിഫറൻസ് ഫീസ് സ്ട്രക്ചറാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു ഫീസിൽ ഒരു സിംഗിൾ പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നത്. സിംഗിൾ പാറ്റേൺ ഫീസ് അല്ല ഇന്ത്യയിലുള്ളത്. അവര് ഡിഫറൻസ് എല്ലാ കോളേജ് ബേസ് ആയിട്ടും, യൂണിവേഴ്സിറ്റി ബേസ് ആയിട്ടും, ഡീംഡ് കോളേജ് യൂണിവേഴ്സിറ്റി ബേസ് ആയിട്ടും, ഓൾ ഇന്ത്യ എയിംസിലടക്കം ഫീസ് സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഫീസ് ഇവരെ റാങ്ക് അനുസരിച്ച് അവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സ്റ്റുഡൻസ് ആ ഫീസ് പേ ചെയ്യാന്നുള്ളത്. അതാണ് ഇതിന്റെ. ഒരു സ്റ്റുഡന്റിന്റെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യാന്നുള്ളത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പേരന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഒരു രക്ഷിതാവ് അവർ ഒരു പക്ഷെ നോക്കുന്നുണ്ടാവും കേരളത്തിലുള്ള കോളേജസ് മാത്രം, ഒരു 50 lakhs 30 lakhs ബഡ്ജറ്റുള്ള ഒരു കാൻഡിഡേറ്റ്. നേരെ മറിച്ച് ഇതേ ബഡ്ജറ്റിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ UP, രാജസ്ഥാൻ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ ഇതേ ബഡ്ജറ്റ് വെച്ചിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സീറ്റ് കിട്ടിയേക്കാം. പക്ഷേ ആ സംസ്ഥാനങ്ങളിലെ നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിയാതിരിക്കുകയും ആ സംസ്ഥാനങ്ങളിലെ കൗൺസിലിംഗ് പ്രൊസീജിയറെ കുറിച്ച് അറിയാതിരിക്കുകയും അറ്റ് ദ സെയിം ടൈം ഈ ലോ ബഡ്ജറ്റുള്ള കാൻഡിഡേറ്റ് ഒരു പക്ഷേ OBCയോ അല്ലെങ്കിൽ SC STയോ അല്ലെങ്കിൽ അതുപോലുള്ള റിസർവേഷൻ കോട്ടയ്ക്കും കൂടെ ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കോട്ടയിലേക്കുള്ള സീറ്റുകളിൽ അവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരുപാട് പേരൻസ്, ബഡ്ജറ്റ് കുറവാണ് സീറ്റ് കിട്ടില്ല എന്ന തെറ്റിദ്ധാരണയിലുള്ള ഒരുപാട് പേരൻസ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങനെയുള്ള പേരൻസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും എന്ത് അഡ്വൈസാണ് മെഡിക്കൽ സ്റ്റുഡിയോ ഒക്കെ നൽകാനുള്ളത്? ഞങ്ങളുടെ അടുത്ത് ഫീസിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഫീസ് കുറഞ്ഞു കിട്ടുന്ന കോളേജ് ഉണ്ടോ എന്ന രീതിയിലുള്ള പാരൻസ് ആണ് കൂടുതലും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം, സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ സെർച്ച് ചെയ്യട്ടെ, എന്തെങ്കിലും ഇൻഫർമേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത കാൻഡിഡേറ്റിനാണ് ഞങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് മെഡിക്കൽ സ്റ്റുഡിയോയിൽ എന്നൊരു ഇൻഫർമേഷൻ കൊടുത്ത ശേഷം ഞങ്ങൾ അതിൻ്റെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ അലോട്ട്മെന്റ് മുന്നേ അല്ലെങ്കിൽ അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കോളേജുകളിലും പല സ്റ്റേറ്റിലും പല കോളേജിൽ നിന്നും ഇൻഫർമേഷൻ അങ്ങനെ കിട്ടാറുണ്ട്, ചെയ്തിട്ടുമുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർക്കൊരു 40-60 lakhs ആനുവൽ ഫീസ് വരുന്ന കോളേജാണെങ്കിൽ എനിക്ക് തോന്നുന്നു പല കോളേജസിലും 40-60 വരുമ്പോൾ അത് 40 എന്ന ആനുവൽ ഫീസ് എന്ന രീതിയിൽ കിട്ടിയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ കോളേജിന്റെ മാനേജ്മെന്റ് പെർമിഷനോട് കൂടി അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് മുന്നേ അങ്ങനെ ഒരു സംസാരത്തിൽ അവരങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആ ഇൻഫർമേഷൻ ഇവർക്ക് സ്റ്റുഡൻസിനും പാരൻസിനും കൊടുത്ത് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട ഒരു ഗൈഡ്ലൈൻസ് കൊടുത്ത് ആ ഒരു ഓപ്ഷൻസ് ഞങ്ങൾ ആക്റ്റീവാക്കി കൊടുത്ത് സ്റ്റുഡൻസും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായും. ഇതിൽ എനിക്ക് സാറോട് ചോദിക്കാനുള്ള വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, നീറ്റ് എക്സാമിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് അവർ എക്സാം കഴിഞ്ഞു, എനിക്ക് ഏകദേശം അവരുടെ എക്സ്പെക്റ്റഡ് സ്കോർ അവർക്ക് ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ആൻസേഴ്സ് കീ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഓരോ സ്റ്റുഡൻറ്റിനും അവർ ബുക്ക്ലെറ്റിൽ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം എക്സ്പെക്റ്റഡ് സ്കോർ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അവർ ആ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് വേറെ ഒരു തരത്തിലുള്ള ആക്ഷനും എടുക്കാതെ റാങ്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് എന്ന് വരും അത്രയും സമയം അവർ അതുവരെ വെയിറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ്, ബിക്കോസ് ഒരു റിസൾട്ട് നീറ്റ് എക്സാമിന് ശേഷം
ഓൾ ഇന്ത്യ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ഈ ടൈം ഫ്രെയിം അവർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഒരു പേരൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റോ അവർ ഏത് തരത്തിൽ അത് എന്ത് തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് അവരെടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഗവൺമെൻറ് സീറ്റാണോ, അവർക്ക് റാങ്ക് ബേസ് ചെയ്തിട്ട് ഗവൺമെൻറ് സീറ്റിന് അവർ ക്വാളിഫൈ എലിജിബിൾ ആണോ എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, എൻ്റെ സ്കോർ കുറവാണ്, എനിക്ക് പ്രോബബ്ലി മെറിറ്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്, അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്ക് നോക്കി തുടങ്ങണം. അല്ലെങ്കിൽ ഞാനൊരു OBC കാൻഡിഡേറ്റ് ആണ്. ഇപ്പോൾ OBC കാൻഡിഡേറ്റ് എന്ന് പറയുന്ന സമയത്ത് OBC കാൻഡിഡേറ്റിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് ശരിയാക്കിയെടുക്കാം, ഈ സമയം എനിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. എക്സാമിന് ശേഷവും റിസൾട്ടിൻ്റെ ഇടയിലുള്ള ഈ ഒരു ബഫർ ടൈം, അത് ഏത് രീതിയിൽ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം? ആക്ച്വലി നമ്മൾ പറയുന്നത് കുട്ടികളുടെ അടുത്ത് എക്സാമിന് മുന്നേ, അതായത് നീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം മുതൽ ഞങ്ങൾ ഗൈഡൻസ് കൊടുത്തു തുടങ്ങിയാണ്. അതെ, ഞങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ അത്ര നേരത്തെ വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ നീറ്റ് സ്കോർ ബൂസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും അതിൻ്റെ സപ്പോർട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആഫ്റ്റർ എക്സാം റിസൾട്ട് വന്നു, ഇതുപോലത്തെ പല സെൻറ്റേഴ്സിനും അവർക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നു. തീർച്ചയായിട്ടും അവർക്ക് കോളേജുകൾ മനസ്സിലാക്കാൻ തുടങ്ങാം. ഏത് സംസ്ഥാനങ്ങളിലേക്കുള്ള അഡ്മിഷൻ, അവിടുത്തെ ഫീസ് ഡീറ്റെയിൽസ്, അവിടുത്തെ ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കുന്നവർ അവർക്ക് ആദ്യം ആരാണോ ഫസ്റ്റ് വരുന്നത് അവർക്ക് തന്നെയാണല്ലോ എപ്പോഴും ഫസ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ പാരൻസോടും നിങ്ങൾ നേരത്തെ നമ്മൾക്ക് നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കുറച്ചുകൂടി സിംപ്ലിസിറ്റി ആക്കി എടുക്കാൻ പറ്റും, കൂടുതൽ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ട്രൂ. സോ ഒരു എക്സാം കഴിഞ്ഞു, ഞാൻ ടയേർഡാണ്, നെക്സ്റ്റ് ഡേ മുതൽ റിലാക്സ് ചെയ്യട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് ഐ ബിലീവ്, അതായത് എക്സാമിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നിങ്ങളുടെ ആക്ച്വൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് അപ്പ് അൺടിൽ ദെൻ നിങ്ങളൊരു എക്സാം എഴുതി നിങ്ങളുടെ കൗൺസിലിംഗ് MBBS സീറ്റ് കരസ്ഥമാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിന് നിങ്ങൾ എക്സാമിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം എന്നാണ് സർ സൂചിപ്പിക്കുന്നത്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെന്റുകൾ വളരെ ക്രൂഷ്യലായ ഒരു ആസ്പെക്റ്റും കൂടിയാണ് ഈ മെഡിക്കൽ അഡ്മിഷൻസിലേക്ക് വരുന്ന സമയത്ത്. റിസർവേഷൻ കോട്ടയിലേക്കുള്ള ഈ OBC അല്ലെങ്കിൽ SC ST ESI പോലുള്ള ഡോക്യുമെന്റ് ഈവൻ ഓരോ സ്റ്റേറ്റിലും ഓരോ ഫോർമാറ്റിലാണ് സബ്മിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്കറിയാൻ സാധിച്ചു. അപ്പം ഇത്തരത്തിലുള്ള ഈ വേരിയേഷൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ആവശ്യമാണ്. അപ്പം ആ ഒരു ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് മെഡിക്കൽ സ്റ്റുഡിയോ എത്രയും വളരെ ഭംഗിയായി നിർവഹിക്കാം. പക്ഷെ അതിന് ഇത്ര സ്റ്റുഡൻസ് should be prepared and they should come to them well in advance, rather not to wait until the ranks are officially published. So if the exams are done on the 3rd, your job starts on the 4th, the very next day. Yes, correct. അല്ലേ സർ? കഴിഞ്ഞ ഈ കുറച്ച് നിമിഷങ്ങളെ ഞങ്ങൾ ചർച്ച ചെയ്ത മെഡിക്കൽ സ്റ്റുഡിയോയുടെ ജേർണി, സർ ഒരുപാട് പ്രോസസ്സും അതുപോലെ തന്നെ സങ്കീർണമായ പ്രൊസീജിയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീറ്റ് എന്ന ഒരു എക്സാം സംബന്ധിച്ചിടത്തോളം ഈവൻ ഒരു പോയിന്റ് പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോർ പോലും നിങ്ങളുടെ റാങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയേക്കാം എന്ന ഒരു തലത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തെന്നാൽ ഒരു 520 സ്കോർ കിട്ടുന്നതും 521 കിട്ടുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോളേജിൽ അവരുടെ കട്ട് ഓഫ് സ്കോർ 520 ആണ്, നേരെ മറിച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 519 ആണ് ഒരു കാൻഡിഡേറ്റിന്. അപ്പം ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ കോളേജിലേക്കുള്ള എൻട്രി ഡിനൈ ചെയ്യപ്പെടുകയാണ്. യു ഇൻസ്റ്റൻ്റ്ലി ഡിസ്ക്വാളിഫൈസ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് കോളേജ് ജസ്റ്റ് ബിക്കോസ് യു ലാക്സ് 1 സ്കോർ. അപ്പം ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്കോർ കാർഡ് തറോയായി അനലൈസ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന കോളേജിലേക്ക് കൗൺസിലിംഗ് റൗണ്ട്സിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നിങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് നിങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് തയ്യാറാക്കിയെടുക്കുക. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ കോട്ട സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള ഈവൻ ഒരു ഡോക്യുമെന്റ് പോലും മിസ്സാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഔട്ട് ഓഫ് കൗൺസിലിംഗ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഇഫ് യു ആർ ഔട്ട് ഓഫ് കൗൺസിലിംഗ് ദാറ്റ് ക്യാൻ കോസ്റ്റ് യു 1 year ഓർ പ്രോബബ്ലി 2 years ഓർ ഈവൻ 3 years. കാരണം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യും. ഇപ്പോൾ ആ വർഷം ക്വാളിഫൈ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വർഷം. അപ്പം ഓരോ ഡോക്യുമെന്റ്സിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പെടുത്തുകളുണ്ട്, അതിൻ്റെതായ രീതിയിൽ സബ്മിറ്റ് ചെയ്തു അതേ ഫോർമാറ്റിൽ, ഈവൻ ഒരു സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് സൈസ് എല്ലാം മാറ്റർ ചെയ്യും മെഡിക്കൽ കൗൺസിലിംഗ് ഡോക്യുമെന്റ് അപ്ലോഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും പരിപൂർണ ഒരു അറ്റൻഷൻ ചെലുത്തിക്കൊണ്ടാണ് മെഡിക്കൽ സ്റ്റുഡിയോ ടീം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇനി പറയാനുള്ള ഒരു കാര്യം, ഒരു സ്റ്റുഡൻറ്റ് നിങ്ങളെ സമീപിച്ച് ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്തും റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ്
ആ കുട്ടിക്ക് അഡ്മിഷൻ ഡിനൈ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റുഡിയോ എന്തെങ്കിലും തരത്തിലുള്ള റീഫണ്ട് യെസ് ഓഫർ ചെയ്യുന്നുണ്ടോ ആ കുട്ടിക്ക്? അതെങ്ങനെയാണ് അത് നോക്കി കാണുന്നത്? ഒരുപാട് പേരൻസിന്റെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് മൂവ്മെന്റിൽ സാർ കർണാടക കിട്ടുമോ, അല്ലെങ്കിൽ KE ത്രൂ കർണാടക നമുക്ക് കോളേജസ് ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് തെലങ്കാന കിട്ടുമോ, UP കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് കാൻഡിഡേറ്റ്സ് ചോദിച്ചു വരാറുണ്ട്. ഇവരൊക്കെ രജിസ്ട്രേഷനോ അതിന്റെ ഫോർമാറ്റ്സോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ ലിമിറ്റേഷൻ ഒരുപാട് പേരാണ്. ഞങ്ങൾക്ക് ആ ലിമിറ്റ് അനുസരിച്ചിട്ട് ആ കുട്ടീന്റെ സാധ്യതകൾ ഇനി റീ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ പാരൻസിനോടും കുട്ടികളോടും പറയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാണ്, ഞങ്ങൾ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഇത്ര നേരത്തെയും മെഡിക്കൽ സ്റ്റുഡിയോയിൽ കോൺടാക്ട് ചെയ്യുക വെക്കുക, നിങ്ങൾ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ചെയ്യുക. നിങ്ങളെ എല്ലാ രജിസ്ട്രേഷൻസും നിങ്ങൾക്ക് ഈ കുട്ടീനെ MBBS പഠിപ്പിക്കാൻ അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ നീറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഏത് കോഴ്സാവട്ടെ, UG or PG, ഞങ്ങൾ അവർക്ക് വേണ്ട സർവീസ് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും കാരണവശാൽ റിപ്പീറ്റേഴ്സ് ആയിട്ട് വരികയാണ്, ഞങ്ങൾ അടുത്ത വർഷം കൂടി നോക്കുന്നുണ്ട്, ഈ വർഷം ജസ്റ്റ് ടൈം മാത്രമാണ് എന്ന് പറഞ്ഞ് വരുന്നവർക്കൊക്കെയാണ് സീറ്റിൻ്റെ റീഫണ്ട് ഓപ്ഷനൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ ഞങ്ങൾ ഈ റീഫണ്ട് ഒക്കെ റിലീസ് ചെയ്ത് കൊടുക്കേണ്ട, റീഫണ്ട് അവർക്ക് കംപ്ലീറ്റ് റീഫണ്ട് GST ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് റീഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗുഡ് സർ. നീറ്റ് എക്സാം പോലുള്ള ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ്. നീറ്റ് എക്സാമിന് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് സ്റ്റുഡൻസ് എല്ലാ വർഷവും എഴുതുന്നു. 2024 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അബവ് 20 lakhs. അതിൻ്റെ എണ്ണം, അതിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നല്ലാതെ കുറയുന്നില്ല. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ക്വാളിഫൈ ആവുന്നുമുണ്ട്. ഒരുപാട് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ക്വാളിഫൈഡ് ഫോർ നീറ്റ്. ബട്ട് വി ഡു നോട്ട് ഹാവ് അത്രത്തോളം നമുക്ക് മെഡിക്കൽ കോളേജസുകളോ അല്ലെങ്കിൽ സീറ്റുകളോ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമല്ല. വിച്ച് മീൻസ് നമ്മൾ ഒരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ആണ് എടുക്കേണ്ടത് ഒരു സീറ്റ് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ? നമ്മൾ ഇന്ത്യയിലെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്ന നീറ്റ് ബേസ്ഡ് അവരുടെ കുട്ടീൻ്റെ മെറിറ്റ് റാങ്ക് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ അവരെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുക, അവരെല്ലാ നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യുക, MCC ഗൈഡ് ലൈൻസിന് ഫോളോ ചെയ്യുക, അതുപോലെ സ്റ്റേറ്റിൽ വരുന്ന രജിസ്ട്രേഷൻ ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ഫോളോ ചെയ്യുക, അതിൻ്റെ പേയ്മെന്റ് ചെയ്യുന്ന ലിങ്ക് അതൊക്കെ കറക്റ്റ് ആയിരിക്കണം, പേയ്മെന്റ് സക്സസ് ആയിരിക്കണം, രജിസ്ട്രേഷൻ ഫീസിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ സക്സസ് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ ഓരോ സ്റ്റേറ്റ് മാറുന്നതോറും രജിസ്ട്രേഷൻ കാര്യങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഘടന തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈമിങ്ങും ഡേറ്റും ആ രജിസ്ട്രേഷൻ ഫോളോ അപ്പ് കറക്റ്റ് ചെയ്തിരിക്കണം. ഇതൊന്നും ചെയ്യാതെ നമുക്കൊരു നേരിട്ട് ഒരു കോളേജിൽ പോയി സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഡയറക്റ്റ് അഡ്മിഷൻ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോസസ് ഇല്ല. അപ്പോൾ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എലിജിബിലിറ്റി ആൻഡ് ഡോക്യുമെന്റ്സ്, രജിസ്ട്രേഷൻ എന്നുള്ള കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ് സ്റ്റുഡൻസും പാരൻസും വെക്കേണ്ടതാണ്. അതിന് സപ്പോർട്ട് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു മിസ്സിങ്ങും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. അതായത് ഒരു നല്ല സ്കോറുള്ള ഒരു കുട്ടി 600, 650 അല്ലെങ്കിൽ ഈവൻ 700 സ്കോറുള്ള ഒരു കുട്ടി എയിംസിൽ പോലും സീറ്റ് കിട്ടിയേക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അവർ കൗൺസിലിംഗ് പ്രോസസ്സിൽ എന്തെങ്കിലും തരത്തിലൊരു മിസ്റ്റേക്ക് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ആ കുട്ടിയുടേത് പോലും സീറ്റ് നഷ്ടമായേക്കാം. തീർച്ചയായും രജിസ്ട്രേഷൻ ചെയ്യണമല്ലോ. രജിസ്ട്രേഷനിൽ വരുന്ന തെറ്റ് ഈ പറഞ്ഞ പോലെ മാനദണ്ഡങ്ങളുണ്ടല്ലോ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിന്റെ സൈസോ അല്ലെങ്കിൽ സിഗ്നേച്ചറിൽ വരുന്ന വ്യത്യാസങ്ങളോ. അപ്പം ഒരു നല്ലൊരു സ്കോർ ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു സീറ്റ് ഒരുപാട് പേര് രജിസ്ട്രേഷൻ ചെയ്യാം എന്ന് പറയും. പല സ്റ്റുഡൻസ് ആവാം, അല്ലെങ്കിൽ പല സെന്റേഴ്സ്, പല കോച്ചിങ്, പല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നവരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അക്ഷയ സെന്ററിലൊക്കെ പോയിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായ ഇഷ്യൂ എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് ഇയേഴ്സ് ഒക്കെ ഉണ്ടായ നീറ്റിന് അപ്ലിക്കേഷൻ കൊടുത്തു, അവര് ലാസ്റ്റ് അപ്ലിക്കേഷൻ സക്സസ് ആയില്ല, അവർ വേറെ ഒരു എഡിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഹാൾ ടിക്കറ്റ് റെഡിയാക്കി. അങ്ങനെ ആ കുട്ടിയുടെ ചാൻസസ് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോബ്ലംസ് ഒഴിവാക്കുക. എപ്പോഴും എക്സ്പേർട്ടിന്റെ അടുത്ത് തന്നെ പോവുക. ഓരോരോ ഫീൽഡിലും എക്സ്പേർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സ്പേർട്ടിനെ സമീപിക്കുക എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. കാരണം കോച്ചിങ് സെന്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കഴിഞ്ഞാൽ എക്സ്പേർട്ടിന്റെ ആവശ്യം ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു അഡ്മിഷൻ ഫീൽഡിൽ, മെഡിക്കൽ ഏരിയയിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നല്ല ബാക്കപ്പുള്ള ഗ്രൂപ്പുകളാണ്, നല്ല എക്സ്പീരിയൻസുള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ ആ ചാൻസസിൽ അതിൻ്റെ എല്ലാ ചാൻസസും ഈ സ്റ്റുഡൻസിനും പാരൻസിനും നല്ല കോളേജിൽ അഡ്മിഷൻ ആയിട്ട് അവരെ അല്ലെങ്കിൽ അവർക്ക് MBBS അഡ്മിഷൻ തന്നെ വേണം എന്ന രീതിയിൽ തന്നെയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ചാൻസ്, അവർ ആ ഡ്രീം നമ്മൾ ഫുൾഫിൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. പേരൻസ് ഇപ്പോൾ കണ്ടുവരുന്നത് സ്റ്റുഡൻസും അവർ കൂടുതൽ പാനിക് ആവുകയാണ് ചെയ്യുന്നത്. പാനിക് ആവുന്നതോറും അതിൽ നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുകയാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് പാനിക്കിങ് യു മൈറ്റ് ആസ് വെൽ സ്റ്റാർട്ട് പ്ലാനിങ്, ബിക്കോസ് പ്ലാനിങ് വിൽ ഓപ്പൺ ന്യൂ ഡോർസ്. ആൻഡ് സർ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റെപ്സ് എടുക്കുക, ആക്ഷൻ പ്ലാൻസ്. സോ കം ടു അസ് ഫസ്റ്റ്.
നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ചാൻസസും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചുകൊണ്ട് ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് ആവശ്യം സമയമാണ്. ടൈം ഇസ് ദ കീ ഹിയർ. സോ എത്രയും പെട്ടെന്ന് നമ്മളെ സമീപിക്കുന്നു, അത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന സാധ്യത ഉള്ള കോളേജുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുക എന്നുള്ള മെഡിക്കൽ സ്റ്റുഡിയോയുടെ ഒരു മോട്ടോ. അതുകൂടാതെ സർ, ഈ എപ്പിസോഡ് കാണുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പേരൻസ്, അവർക്ക് മെഡിക്കൽ സ്റ്റുഡിയോ എന്തെങ്കിലും തരത്തിലുള്ള കൺസൾട്ടേഷനോ ഓൺലൈനോ ഓഫ്ലൈനോ ഓഫർ ചെയ്യാം? ബിക്കോസ് സമയത്തിൻ്റെ പരിമിതി കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇത് കൂടാതെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉള്ളവർക്ക് എങ്ങനെ മെഡിക്കൽ സ്റ്റുഡിയോ സമീപിക്കാം? അത് കൺസൾട്ടേഷൻ ചാർജസ് ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രീ ആയി അവരുടെ ക്വസ്റ്റ്യൻസും കൺസേൺസും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഇന്ന് ലഭ്യമാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ മെഡിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബേസിക് ഇൻഫർമേഷൻ ഒക്കെ, അതിനൊക്കെ രജിസ്ട്രേഷൻ ഫീസ് അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കുന്നില്ല. ബേസിക് ഇൻഫർമേഷനും അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ്. ഓക്കെ. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളെ എക്സ്പേർട്ടേഴ്സിന് ടൈം, ഒരു ഷെഡ്യൂൾ അങ്ങനെയാണ് ആ ഒരു സീസൺ ടൈമിൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു അഡ്മിഷൻ പ്രോസസ് ടൈമിൽ ഞങ്ങൾക്ക് എക്സ്പേർട്ടിന് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് രജിസ്ട്രേഷൻ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല രീതിയിൽ ഞങ്ങൾ കോളേജിൻ്റെ സൈഡിൽ നിന്നായാലും അല്ലെങ്കിൽ പല രീതിയിൽ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അപ്പം ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ട. നിങ്ങളുടെ ഡോക്യുമെൻസും കാര്യങ്ങളും റെഡിയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ സ്റ്റുഡിയോ സമീപിക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്കോർ പ്രകാരം തീർച്ചയായും ഒരു മെഡിക്കൽ സീറ്റ്, യു ക്യാൻ ബിക്കം എ ഡോക്ടർ. ആൻഡ് ബിക്കമിങ് എ ഡോക്ടർ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്കോർ. Becoming a doctor is also about a journey, and every journey should have a trusted partner, and I believe in this case the medical studio is going to be a trusted partner.